സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സ്വകാര്യ വിവരങ്ങളല്ലാതെ ഒന്നും മറച്ചു പിടിക്കരുത്. ഉത്തരവ് നടപ്പാക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉറപ്പുവരുത്തണമെന്നും ഉത്തരവ്. വിവരാവകാശ കമ്മീഷൻ മാർഗരേഖ അനുസരിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ടിൽ ഒളിച്ചുവെക്കേണ്ട കാര്യങ്ങൾ ഒളിച്ചുവെക്കും. സ്വകാര്യത വെളിവാക്കാൻ കമ്മീഷൻ നിർദ്ദേശമില്ലെന്ന് മന്ത്രി. റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടില്ലെന്നും പ്രതികരണം. ഈ റിപ്പോർട്ടിൽ പുറത്തു പറയാൻ പാടില്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല. അത് വ്യക്തിയുടെ അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിയമപ്രകാരം വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല. മലയാള സിനിമയിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണമുണ്ട് എന്നതടക്കം ഗുരുതര കണ്ടെത്തലുകളുമായി ഹേമ കമ്മിറ്റി. അവസരം നൽകാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർ സിനിമയിൽ സജീവമെന്ന് നടിമാരുടെ മൊഴികൾ. എന്നാൽ ആരോപണ വിധേയരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇനിയും പുറത്തുവിടാത്തത് ചോദ്യം ചെയ്ത് സിനിമാ പ്രവർത്തകർ. റിപ്പോർട്ട് സർക്കാർ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ സിനിമയിലെ പുരുഷാധിപത്യ ഇടപെടൽ കാരണമായിട്ടുണ്ടാകാമെന്നും നടി രേവതി. ആദ്യം ഞങ്ങളെ വിളിച്ചതിനും ഈ കമ്മിറ്റി രൂപീകരിച്ചതും ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര സ്ലോ ആയി. അതിന്റെ കാരണം എനിക്കറിയില്ല. അത് we have to find out. കുറ്റാരോപിതരുടെ പേരില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊരു കമ്മിറ്റി എന്ന് ഭാഗ്യലക്ഷ്മി ന്യൂസ് മലയാളത്തോട്. പലരും അവരവർക്കുണ്ടായ അനുഭവങ്ങൾ അവര് വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പൊ അതെല്ലാം ആരെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് എന്ന് മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയം മാത്രം പറയാനായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യവട്ടം സംഘർഷത്തിൽ ഇടിമുറി മർദ്ദനം തള്ളി ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. KSU നേതാവ് സാൻജോസിനെ മുറിയിൽ കൊണ്ടുപോയിട്ടില്ല. 121 നമ്പർ മുറി റിസർച്ച് സ്കോളർക്ക് അനുവദിച്ചത്. തർക്കമുണ്ടായത് പുറത്തുനിന്ന് എത്തിയയാളെ ചൊല്ലിയെന്നും VCക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ. ഇന്ന് നടക്കാനിരുന്ന നീറ്റ് UG കൗൺസിലിംഗ് നിർത്തിവെച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നടപടിയിൽ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. കാപ്പ കേസ് പ്രതിയെ സ്വീകരിച്ചതിൽ വിശദീകരണവുമായി CPM. ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞെന്നും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. കേസുകൾ വന്നത് RSSൽ പ്രവർത്തിക്കുമ്പോഴെന്നും വിശദീകരണം. സ്വീകരിച്ചത് തെറ്റായ മാർഗം ഉപേക്ഷിച്ച് വന്നവരെയെന്ന് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSCB ഓഫീസിൽ അതിക്രമം നടത്തിയതിൽ നടപടി. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. നടപടി KSCB MD ബിജു പ്രഭാകറിന്റെ ഉത്തരവിനെ തുടർന്ന്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്നും വിദ്യാർത്ഥി റോഡിലേക്ക് വീണു. സംഭവം തിരുവനന്തപുരം കാട്ടാക്കടയിൽ. കാട്ടാക്കട സ്വദേശി സന്ദീപാണ് ബസ്സിൽ നിന്നും വീണത്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ. പാനൂർ സ്ഫോടനത്തിൽ കൂടുതൽ പ്രതികൾക്ക് ജാമ്യം. 6ഉം 7ഉം പ്രതികളായ സായൂജ്, അമൽ ബാബു എന്നിവർക്ക് ജാമ്യം അനുവദിച്ച് കോടതി. നടപടി 90 ദിവസമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ. ഹത്രസ് സംഭവത്തിൽ ന്യായീകരണവുമായി വിവാദ ആൾദൈവം നാരായൺ ഹരി. സംഭവത്തിൽ വിഷമമുണ്ടെന്നും ദുരന്തമുണ്ടായതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നും ഭോലെ ബാബ. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ബാബയുടെ അഭിഭാഷകൻ സൂരജ് പാൽ സിംഗ്. എടപ്പാളിൽ CITU ആക്രമണം ഭയന്ന് കെട്ടിടത്തിൽ നിന്ന് ചാടി യുവാവിന് പരിക്കേറ്റ സംഭവത്തിൽ 10 CITUക്കാർക്കെതിരെ കേസ്. വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് CITU തൊഴിലാളികൾ.
തൊഴിൽ തർക്കവും അപകടവും തമ്മിൽ ബന്ധമില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് MB ഫൈസൽ. AKG സെന്റർ ആക്രമണത്തിൽ മുഖ്യ സൂത്രധാരന്റെ ജാമ്യാപേക്ഷ തള്ളി. കുറ്റപത്രം നൽകിയെന്ന ആനുകൂല്യം പ്രതി സുഹൈൽ ഷാജഹാന് നൽകാനാകില്ലെന്ന് കോടതി. ഗൂഢാലോചനയിൽ അന്വേഷണം നടക്കുന്നതിനാൽ ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി ശരിവച്ചു. പോക്സോ കേസിൽ അറസ്റ്റിലായ KCA കോച്ചിനെതിരെ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. വിശദീകരണം ആവശ്യപ്പെട്ട് KCAക്ക് നോട്ടീസ് അയച്ചു. പരിശീലനത്തിനിടെ മനു പീഡനത്തിനിരയാക്കിയത് 6 പെൺകുട്ടികളെ. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ സിനിമാ ഷൂട്ടിംഗിൽ നടപടി. സൂപ്രണ്ടിനെ വിളിച്ചുവരുത്തി ശാസിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും മുന്നറിയിപ്പ്. ഞായറാഴ്ചയും തന്നെ ഈ പള്ളിയിൽ വന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അച്ഛന്മാരുടെ കുർബാന കൈമൊത്തി പോണവരാ അവർ കേസ് കൊടുത്തേക്കണത്. കള്ളന്മാർക്ക് കോട്ടയത്തുനിന്ന് കള്ളപ്പണം വന്ന് കിട്ടിയപ്പോൾ അവർ കേസ് കൊടുത്തേക്കണത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് കല്ലും മണ്ണും മണലും ചുമന്ന് പണിത പള്ളി. മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ സംഘർഷം. വിധി നടപ്പാക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് പോലീസ്. പള്ളിയുടെ അകത്ത് പ്രതിഷേധിച്ച് യാക്കോബായ വിശ്വാസികൾ. യാക്കോബായ വിഭാഗത്തിന്റെ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാമെന്ന് കോടതി വിധി. ഹൈറിച്ച് തട്ടിപ്പിൽ മുഖ്യപ്രതി പ്രതാപന്റെ ഭാര്യ ശ്രീന പ്രതാപനെ ED വീണ്ടും ചോദ്യം ചെയ്യും. പ്രതാപനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അപേക്ഷ സമർപ്പിക്കാൻ ED. ഡിജിറ്റൽ കറൻസി തട്ടിപ്പിലൂടെ പ്രതികൾ വിദേശത്തേക്ക് കടത്തിയത് 1200 കോടിയോളം രൂപയെന്ന് ED. കൊച്ചിയിൽ യൂസ്ഡ് കാർ ഷോറൂമായ റോയൽ ഡ്രൈവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി കണ്ടെത്തൽ. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും മലയാളി സിനിമാ താരങ്ങളും തട്ടിപ്പിന് കൂട്ടുനിന്നു. കണ്ടെത്തൽ EDയും ആദായ നികുതി വകുപ്പും നടത്തിയ പരിശോധനയിൽ. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ. തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും ഒന്നല്ല. BJPയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ തെറ്റാണെന്നും CPMന് ഒപ്പമാണ് താനെന്നും MK വർഗീസ്. പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തുക. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അതിന് ആരാണെങ്കിലും അവർക്ക് ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ. കൂടോത്ര വിവാദത്തിൽ നേതാക്കളെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് പരിഹാസം. കൂടോത്രം സ്ഥിര വരുമാനമാക്കിയവർ പാർട്ടിക്ക് നാണക്കേടെന്നും വിമർശനം. T20യിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് ജയം. 116 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 102 റൺസിന് ഓൾ ഔട്ടായി. സിക്കന്ദർ റാസയ്ക്ക് 3 വിക്കറ്റ്. യൂറോ കപ്പിൽ ഫ്രാൻസ് സ്പെയിൻ സെമി ഫൈനൽ. പോർച്ചുഗലിനെ ഫ്രാൻസ് മറികടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. അവസാന യൂറോ കപ്പിനിറങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ടൂർണമെന്റിൽ ഒരു ഗോൾ പോലും നേടാതെ മടങ്ങി. യൂറോ കപ്പിൽ സെമി ലൈനപ്പ് ഇന്നറിയാം. ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് ഇന്ന് സ്വിറ്റ്സർലാൻഡിനെ നേരിടും. മത്സരം രാത്രി 9:30. നെതർലാൻഡ്സിന് തുർക്കി എതിരാളികൾ.